വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. എന്താണ് പ്രതീക്ഷ? ഞാനടക്കമുള്ള വോട്ടർമാർ ഒരു വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. LDFന് ഒരു വലിയ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകുന്ന ഒരു ചിത്രമാണ് കോർപ്പറേഷന്റെ അകത്തുള്ള തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ ഓരോ ഘട്ടത്തിലുണ്ടായിട്ടുണ്ട്. അത് ഉയർന്നുയർന്ന് പ്രചാരണത്തിന്റെ എല്ലാം അവസാനിക്കുമ്പോഴേക്കും കൂടുതൽ ശുഭാപ്തി വിശ്വാസം LDFന് വർദ്ധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറുന്നു. അതാണ് പ്രകടമാകുന്നത്. സീറ്റുകൾ കൂടുവോ? കഴിഞ്ഞ തവണത്തെക്കാളും സീറ്റുകൾ കൂടി LDF കോഴിക്കോട്ട് മുന്നോട്ട് പോകും. 45 വർഷത്തെ ഭരണം അട്ടിമറിക്കും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ. ഞങ്ങളല്പം വൈകിയാണ്. 45 വർഷത്തേക്ക് കോഴിക്കോട്ടെ ജനങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിൽ കൊടുത്ത മാൻഡേറ്റ് അല്ല. ഓരോ 5 വർഷക്കാലത്തെയും തെരഞ്ഞെടുപ്പിലെ മാൻഡേറ്റ് എന്ന് പറയുന്നത് ആ 5 വർഷക്കാലത്തെ നേട്ടകോട്ടങ്ങൾ പരിശോധിക്കുന്നതാണ്. അപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പിലും മുന്നേറി ചരിത്രത്തിലെ ഏറ്റവും വലിയ മുന്നേറ്റമുണ്ടായ തെരഞ്ഞെടുപ്പാണ്. ഘട്ടം ഘട്ടമായി മുന്നോട്ട് പോയി. അതോടൊപ്പം അപ്പുറം വലിയ നിലയിൽ 33 സീറ്റ് വരെ ലഭിച്ച UDF പുറകോട്ട് പോയതാണ് കോഴിക്കോട്ടെ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം. ഇത്തവണ LDF മുന്നോട്ട് പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. BJP സീറ്റുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും തിരിച്ചുപിടിക്കാൻ പറ്റുമോ? അങ്ങനെ വിശ്വസിക്കുന്നു. ഈ BJPയും UDFും കോഴിക്കോട് കോർപ്പറേഷനിൽ ഒരു വലിയ മുന്നേറ്റം സാധാരണഗതിയിൽ ഉണ്ടാക്കാൻ സാധ്യതയില്ല. പ്രാദേശിക തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലക്ക് ചിലയിടങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ഒരു പുതിയ കാര്യമല്ല. UDF BJP ബന്ധങ്ങൾ പല ഘട്ടങ്ങളിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും പരസ്യമായ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടായ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അത്തരത്തിലുള്ള ഫാക്ടറൊക്കെ ഏത് തരത്തിൽ അതിനടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. UDF BJP അംഗസംഖ്യയെ സംബന്ധിച്ച് നമുക്ക് വിലയിരുത്താം. ഏതെങ്കിലും തരത്തിൽ BJP ജയിച്ച സീറ്റുകളിൽ തിരിച്ചുപിടിക്കുന്ന പ്രതീക്ഷയുള്ള സീറ്റുകളുണ്ടോ? പ്രത്യേക സീറ്റുകളെ സംബന്ധിച്ച് ഞാൻ പറയുന്നില്ല. ഏതായാലും BJP ജയിച്ച പല സീറ്റുകളും നിലനിർത്താൻ BJP വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട്. ഈ മേയർ സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വെച്ചത് തന്നെ ആദ്യം തന്നെ പാളി. അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ വോട്ട് പോലും ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ സംഘടനാപരമായ ഒരു ദൗർബല്യം UDFന് ഇക്കാര്യത്തിൽ ഉണ്ടാകും. തീർച്ചയായും അനീഷ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അത്. ആദ്യം അവരുടെ സംഘടനാ സംവിധാനത്തിന്റെ ദുർബലത, ഇടതുപക്ഷം CPM പ്രത്യേകിച്ചും എന്തോ ക്രമക്കേട് കാട്ടി എന്ന ആക്ഷേപം ഉന്നയിച്ചു. പിന്നെ അത് വേറെ ഘട്ടത്തിൽ സംബന്ധിച്ചു. ഒടുവിൽ മാധ്യമപ്രവർത്തകരോട് വരെ അവരുടെ സമീപനം വോട്ട് ഇല്ലാത്ത ഒരു സംഭവത്തെക്കുറിച്ച് എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളത് നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ അതൊക്കെ അവരുടെ ദുർബലമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രകടമായ രീതിയിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ നേതൃത്വത്തെ മുന്നോട്ട് വെക്കാത്ത ആദ്യത്തെ തെരഞ്ഞെടുപ്പായിരുന്നു ഈ കോഴിക്കോട്ടെ UDFനെ സംബന്ധിച്ചിടത്തോളം. അത് തന്നെ ഒരു വലിയ തകർച്ചയാണ്. തീർച്ചയായും ഈ അവസാനമായി UDF ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണം ഈ പ്രോഗ്രസ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അതിലിപ്പോ ഒരു അയോഗ്യതയുടെ വക്കീലാണ് എന്നൊക്കെയാണ് ഇന്നലെ DCC പ്രസിഡന്റ് പറഞ്ഞത്. ഒക്ടോബർ 27 പ്രസിദ്ധീകരിച്ച ഔദ്യോഗികമായ ഒരു വികസന രേഖ പ്രോഗ്രസ് റിപ്പോർട്ട് 2020-25 5 വർഷക്കാലത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് എങ്ങനെയാണ് ജനങ്ങൾ അത് പ്രചരണത്തിനായി ഉപയോഗിക്കുമ്പോൾ പെരുമാറ്റ ചട്ടലംഘനമായി മാറുന്നത് അത് നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പൊ അതിനകത്ത് ഞാൻ പറയുന്ന കാര്യം 5 വർഷക്കാലം ഒന്നും നടന്നില്ല എന്ന് പറയുന്നവർ 80 പേജിലുള്ള പ്രസിദ്ധീകരിക്കപ്പെട്ടത് രാഷ്ട്രീയമായ ഒരു വാചകം അതിനകത്തില്ല. ഓരോ വാർഡുകളിലും എല്ലാ വാർഡുകളിലെയും കൌൺസിലർമാരുടെ ചിത്രങ്ങളും വാർഡുകളിലും നഗരത്തിൽ നടന്ന പൊതുവായ വികസന പ്രവർത്തനങ്ങളും പ്രസിദ്ധീകരണത്തെ UDF ഭയന്നു എന്ന് പറഞ്ഞാൽ വികസനം നടന്നില്ല എന്നൊരു ഭാഗത്ത് പറയുന്നു. 5 വർഷക്കാലത്തെ പ്രോഗ്രസ് റിപ്പോർട്ടിനെ പേടിക്കുന്നു. ഇതാണ് UDFന്റെ പതർച്ച. കോഴിക്കോട്ടെ UDF മോശമല്ലെന്ന് എനിക്ക് തോന്നുന്നു. അതൊന്നും ഇപ്പോൾ വിലയിരുത്താൻ പറ്റില്ല. ആളുകളുടെ ക്യൂ മറ്റു കാര്യങ്ങളും ഒന്നും കണ്ടിട്ട് പല രീതിയിലായിരിക്കും പറയാൻ പറ്റില്ല.